രാത്രി 1 മണി വരെ പ്ലാൻ ചെയ്തിട്ടും ഇപ്പോഴും ബസ് കിട്ടിയിട്ടില്ല. അത് കുതിരയാണോ കഴുതയാണോ എന്ന് കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള കുറേ കഴുതകളും കുതിരകളും ഉണ്ട്. അപ്പോൾ എൻ്റെ നിപ്പം ഭാവം കണ്ടിട്ടാണോന്ന് അറിയില്ല, ഒരു ലെംബിറാസ് എനിക്ക് തന്നു ഫ്രീ ആയിട്ട്. This is $7. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു. സോ ഗൈസ്, ഞങ്ങൾ ഹോണ്ടുറാസ് എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഷിപ്പിൽ വന്നിട്ട് ഇറങ്ങി ഇതിൻ്റെ ആദ്യത്തെ റോട്ടാൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, ഒരു ഐലൻഡിലാണ് വന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് ഞാനും സാം മാത്രമാണ് പുറത്തിറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഈ ക്രൂസ് ഷിപ്പിലൊക്കെ വന്നിറങ്ങുന്ന ആൾക്കാരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ കടകൾ തുറന്നു വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യത്തിന് പറ്റുന്ന എക്സ്കർഷൻസ് ബുക്ക് ചെയ്ത് പോവാം. എൻ്റെ ഗൈസ് എല്ലാവരും കൂടിയിട്ടൊരു ട്രിപ്പ് എടുത്ത് ഒരു ബസ് എടുത്ത് പോകാനുള്ള പ്ലാൻ. 10-20 പേരുണ്ട്. 16 അഡൽസും പിന്നെ ഒരു 16 അഡൽസില്ല, എൻ്റെ ഭാര്യ ഇല്ലല്ലോ, അപ്പോൾ 15 അഡൽസും പിന്നെ അതുപോലെ തന്നെ 15 കിഡ്സും. കുറേ നേരം പ്ലാനിങ് തുടങ്ങിയിട്ട്. ഫിലിപ്പാണ് എൻ്റെ ഒരു ക്യാപ്റ്റൻ. കുറച്ച് നേരം തുടങ്ങിയിട്ട് രാത്രി 9 മണിക്ക് തുടങ്ങി 1 മണി വരെ പ്ലാൻ ചെയ്തിട്ടും ഇപ്പോഴും ബസ് കിട്ടിയിട്ടില്ല. ഒടുക്കത്തെ ബാർഗനിങ് കാരണം അവസാനം ബസ്സിൻ്റെ ആൾക്കാർ പറഞ്ഞു ഏതെങ്കിലും ബസ് കയറി കൊള്ളാൻ പറഞ്ഞു. ഞങ്ങളൊരു ബസ്സിലേക്ക് തള്ളി കയറി കയറ്റി വിടുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഹോണ്ടുറാസിലെ റോട്ടാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഇവിടെ നിന്നാണ് നമ്മൾ ടൂർ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ചെറിയൊരു ഐലൻഡാണത്. പോർട്ട് ലെവലിലെ ഭയങ്കര താഴെ നിൽക്കുന്ന ഒരു ഐലൻഡാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയുണ്ട് സ്ഥലം നോക്കാം. The night picture and the horse and the side Roatan. This is night picture and the horse and the side Roatan. And this is on the bow and the West Bay beach. This is the beautiful beach, West Bay. ഹോഴ്സ് റൈഡിങ്ങിനായിട്ട് വന്നതാണ്. ഹോഴ്സ് റൈഡിങ്. ഇവിടെ കുറേ കുതിരകൾ, എൻ്റെ നാട്ടിൽ കുതിരകളെ കിട്ടാത്ത പോലെയാണ് ഇവിടെ കുതിരകളുടെ പിന്നാലെ പോയിട്ടുള്ളത്. ഇത് കുതിരയാണോ കഴുതയാണോ എന്ന് കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള കുറേ കഴുതകളും കുതിരകളും ഉണ്ട്. പാവങ്ങൾ, വളരെ കഷ്ടമാണ് അവരുടെ. അതിൻ്റെ അമ്പോ, നീ ദേഷ്യപ്പെടണ്ട, എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ആ കേട്ടോ, നമ്മുടെ നാട്ടിൽ ഊട്ടിയിൽ ഇതിനേക്കാളും നല്ല കുതിരയുണ്ട്. ഇതിനെ കാനഡയിൽ പോലും ഇതിനേക്കാളും നല്ല കുതിരകളുണ്ട്. എന്നിട്ടാണ് ഈ നാട്ടിൽ വന്നിട്ട് കുതിര റൈഡിങ് ചെയ്യാൻ പോകണം. പോട്ടെ, കുറച്ച് പേർക്ക് അങ്ങനത്തെ ആഗ്രഹം. എൻ്റെ പുറത്ത് കയറും, മനസ്സിലായോ? കെയർഫുൾ. അപ്പോൾ ഇവിടെയും പള്ളി കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഒരു മിനിസ്ട്രിയലിൻ്റെ സംഭവമാണ്. അങ്ങനെ നോക്കിയപ്പോൾ തൊട്ടടുത്തൊരു ചെറിയൊരു കടയുണ്ട്. അപ്പോൾ എന്തായാലും നാട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാൻ വിചാരിച്ചു. What is this pizza? That is flour with red beans with cheese. Oh, We call fritters. fritters. In Spanish we call it fritas. Fritas, okay. And how about this? This is like a meat pie. Oh, okay, With, like a... chicken and flour. Okay. It's a meat pie. What does it cost? Like, This is 200 lempiras. This is 200 lempiras. okay, how to pay? Oh, This is the currency. this is the currency. This is one. It's 20 of these, which will be one of these for one of them. Oh, okay. And it's 24 for $1. Okay. So $1 is 20. 24 Okay. is one of these and 4 of these. Okay. Oh. അവിടെ ആ കടയിൽ പോയപ്പോൾ അവർ $1 ഇവിടുത്തെ 24 ലെംബിറാസ് എന്നാണ് പറഞ്ഞത്. ലെംബിറാസ്, റിപ്പബ്ലിക് ഓഫ് ഡി ഹോണ്ടുറാസ്. അപ്പോൾ എൻ്റെ നിപ്പം ഭാവം കണ്ടിട്ടാണോന്ന് അറിയില്ല, ഒരു ലെംബിറാസ് എനിക്ക് തന്നു ഫ്രീ ആയിട്ട്. So what's your name, ma'am? Your name? Cristela. കലകേൻ്റെ പെങ്ങളെ പോലെ ഇരിക്കുന്ന ഈ സ്ത്രീയുടെ പേരാണ് ക്രിസ്റ്റല. പുള്ളിക്കാരിയാണ് ഇപ്രാവശ്യം എൻ്റെ മോനെ ഈ ബാഹുബലി ഓടിച്ചിരുന്ന കുതിരയെ പുറത്ത് കയറ്റിയിരുത്താൻ സഹായിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എന്നുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തത്. എന്തായാലും കുതിരകൾക്ക് നല്ല ഉഷാറുണ്ട്. എല്ലാവരും നല്ല ചുണഞ്ഞോടെയാണ് നിൽക്കുന്നത്, എല്ലാത്തിനും പോരാട്ടത്തിന് ഒരുങ്ങിയിട്ട്. എന്തായാലും മക്കളെ നിങ്ങൾ തന്നെ രക്ഷിച്ചോ. എന്തായാലും ക്യാപ്റ്റത്തിയായിട്ട് ഫിലിപ്പിൻ്റെ ഭാര്യ ജോന കൂടെ പറഞ്ഞു വിടുന്നുണ്ട്. ലോക്കൽ സാധനം കൊണ്ടുവന്ന് നമുക്ക് ഫിലിപ്പ് തന്നിട്ടുണ്ട്. സാൽവാവിഡ എന്തോ വിടലാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ്.
അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഇവിടെ എവിടെയോ ഒരു ചെറിയ കടയിൽ ഇവിടുത്തെ ഫേമസ് കടയാന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ മുഴു കോഴീനെ പൊരിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ ഒരുവിധം തട്ടുകട സ്റ്റൈൽ. This is the sopa de mondongo. Mondongo. We have to This is the sopa the food de mondongo. Mondongo. Yeah. Okay. This is the local food the island. Okay. Yeah, mondongo. This is good. Okay. ¿Cuánto cuesta la sopa esta? 120. This is $7. $7 with The rice. sopa de mondongo and Okay. arroz Tortilla. and tortilla. Okay. Tortilla also tortilla. ഇതൊക്കെ ഒരു ഗോവയിലത്തെ സെറ്റപ്പ് പോലെയാണ്. ഗോവയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. ഇതുപോലത്തെ വാട്ടർ സ്പോർട്സും ഷാക്സും അതുപോലെ കുറച്ച് റെസ്റ്റോറൻറ്റുകളും പിന്നെ റിസോർട്ടുകളുമായിട്ടുള്ള കുറച്ച് ഏരിയ. ഞാനും സാമും ബീച്ച് പേഴ്സൺസ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫുഡ് അടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മറ്റേ സോസുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല സ്പൈസി സോസാണിത്. അപ്പോൾ ഞാനും സാമും കൂടി ഫുഡ് ഓർഡർ ചെയ്തു. അവൻ ഗ്രിൽഡ് ചിക്കൻ വിത്ത് റൈസ്, ബ്രൗൺ റൈസാണ് കേട്ടോ അത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സോസും ഫ്രൈസും കിട്ടി. ഞാൻ സീസർ സാലഡ് ഓർഡർ ചെയ്തു. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, എല്ലാം ഡോളേഴ്സിലാണ്. $35 ഞങ്ങൾക്ക് രണ്ടുപേരും കൂടിയിട്ട്. പിന്നെ സ്നാങ് കൊണ്ട് ഒരു ടാക്സ് ഇൻക്ലൂഡായി എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ക്രൂസ് ട്രിപ്പിൽ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഈ സെൻട്രൽ അമേരിക്കയിൽ പെടുന്ന ഈ ഹോണ്ടുറാസ് എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് ഞാൻ അറിയില്ലായിരിക്കും. ഇവിടെ കുറേ പ്രൊഡക്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻസ് ഉണ്ട്. അതായത് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സും കോഫിയും അതുപോലെ തന്നെ ഷുഗർ കെയിനൊക്കെ ഉണ്ട്. ഇവിടുത്തെ വണ്ടികളുടെ നമ്പർ പ്ലേറ്റുള്ള ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും കൊള്ളാം, രാജ്യം കൊള്ളാം. Carlo Rotan Tours. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ കാർലോസ്. Approved. Government. അങ്ങനെ നമ്മുടെ കാർഡുകളൊക്കെ പോർട്ട് സെക്യൂരിറ്റി ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ പോർട്ടിലേക്ക് കടക്കുകയാണ്. ഇതാ കാണുന്ന വലിയ ഷിപ്പ് വണ്ടർ ഓഫ് ദ സീ ആണ്. നമ്മുടെ മെറൈൻ ഓഫ് ദ സീ ദൂരെ മാറി കിടക്കണം. ഇത് മെറൈൻ ഓഫ് ദ സീനേക്കാളും വലിയ ഷിപ്പാണ്. എവിടെയായിരുന്നു ബാഗ് വെച്ചേ? സോ ഈ കാർഡിലാണ് എല്ലാതും. ഈ കാർഡിൽ കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ അകത്ത് കയറുന്നതും പുറത്ത് പോകുന്നതൊക്കെ. ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഫോട്ടോ ഐ ഡി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടില്ല ഫോട്ടോ ഐ ഡി. ഇനി ഉള്ളിൽ കയറുമ്പോൾ അവരിത് സ്കാൻ ചെയ്യും. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. അത് കപ്പലിൻ്റെ ഒരു സെക്യൂരിറ്റി പോളിസിയാണ്. ബാക്കിൽ കാണുന്നത് വണ്ടർ ഓഫ് ദി സീ, ആ കാണുന്നത് മെറൈൻ ഓഫ് ദി സീ. തിരിച്ച് കപ്പലെത്തിയപ്പോഴേക്കും ആകെ തളർന്നു. നമ്മളൊരു സൺറൈസ് ടക്കീല ഓർഡർ ചെയ്തു. അതടിക്കാന്നുള്ള പ്ലാനിലാണ്. ഇതാണ് സൺറൈസ് ടക്കീല. അങ്ങനെ തിരിച്ചു വന്ന് റൂമിൽ എത്തി ഒന്ന് ഫ്രഷ് ആവാൻ നോക്കുമ്പോൾ വെറുതെ ടി വി ഇട്ട് നോക്കിയപ്പോൾ നമുക്ക് പരിചയമുള്ളൊരു സ്ത്രീ ഹല്ലേലൂയ പാടി ഡാൻസ് കളിക്കുന്നു. അത് നമ്മുടെ ഷിപ്പിനകത്ത് നടന്ന ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഡാൻസ് കളിയാണ്. അപ്പോഴാണ് ആ ആളെ മനസ്സിലായത്, കുറച്ചുകൂടി ക്ലിയറായി മനസ്സിലായത് നമ്മുടെ സ്വന്തം ഭാര്യയാണെന്ന്. തലേദിവസം എന്നെയും മക്കളെയും ഉറക്കി കിടത്തിക്കൊണ്ട് പുള്ളിക്കാരുടെ ഫ്രണ്ട്സും കൂടി കറങ്ങാൻ പോയതാണ്. ഒരു വ്യത്യസ്തമായ കാഴ്ച. സാധാരണ നല്ല തിരക്കുള്ള സമയത്ത്, അതായത് ലഞ്ച് ഡിന്നർ സമയത്തൊക്കെ ഒന്നാമത് ലിഫ്റ്റിനകത്ത് അല്ലെങ്കിൽ എലിവേറ്ററിനകത്ത് സ്ഥലം ഉണ്ടാവില്ല. അതിനകത്ത് ഇപ്പോൾ ഒരു പിയാനോ വെച്ച് നടക്കുന്ന വിരുദ്ധൻ. എന്തൊക്കെ കാഴ്ചകൾ കാണണം കപ്പലിനകത്ത്. ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു കൊസമെൽ. കൊസമെൽ മെക്സിക്കോയിലെ ഒരു മെയിൻ പോർട്ടാണ്, ഇൻ്റർനാഷണൽ പോർട്ടാണ്. എത്ര ഷിപ്പാണെന്ന് അറിയോ? 5 ഷിപ്പ് വന്നിരിപ്പുണ്ട്, ക്രൂസ് ഷിപ്പ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി. ഡാനിനെ കൊണ്ട് പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ ഡാനി ഒട്ടും സമയങ്ങളിൽ ഭയങ്കര ചൂട് കാരണം അവൻ കരഞ്ഞ് ബഹളമുണ്ടാക്കി. അവസാനം ഞാൻ ഈ ബാക്കിൽ കാണുന്ന ചെറിയ കൂടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 4 hours ട്രിപ്പ് ബുക്ക് ചെയ്തു. ഒരു ഡൗൺ ടൗണും ഒരു സ്നോർക്കലിങ്ങും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട്. എത്ര ദൂരം നടക്കുന്ന അറിയില്ല. പൈസ $35. ഇനി ബാക്കി കണ്ടറിയാം. ഇങ്ങനത്തെ ഒരു ബസ്സിൽ വന്നിരുന്നു. ഓപ്പൺ ബസ്സാണ്. നല്ല വെയിലുണ്ട്. നല്ല വെയിൽ കൊണ്ടാണ് പോകുന്നത്. മിക്കവാറും ഞാൻ ഒന്നുകൂടി കരിയാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കയറിയിട്ടുണ്ട്. ഗൈഡ് ആ നീല ടീഷർട്ടുള്ള ആളാണ്. ഫ്രണ്ടിലുള്ളത് മെലിഞ്ഞിട്ടുള്ളത് പുള്ളിക്കാരിയാണ് ഇന്നത്തെ ക്യാപ്റ്റത്തി നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പോർട്ടിൻ്റെ വെളിയിൽ ഇറങ്ങി ഞങ്ങളുടെ നെയിംസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് ഏത് ഷിപ്പാണ്, ഏത് റൂം നമ്പർ, പാസ്പോർട്ട് ഡീറ്റെയിൽസ് വേണ്ട, നമ്മുടെ ലൈസൻസ്, ഫോട്ടോ ഐ ഡി വേണം, ഏതെങ്കിലും ഓതറൈസ്ഡ് രാജ്യത്തെ ഫോട്ടോ ഐ ഡി കാണിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നു.
അപ്പോൾ ഡൗൺ ടൗൺ എക്സ്പ്ലോർ ചെയ്യേണ്ട ഭാഗമായിട്ട് ഞങ്ങളുടെ ടൂർ ഗൈഡ് ഞങ്ങളെ ഡൗൺ ടൗണും അതുപോലെ തന്നെ സിറ്റി ഹാളിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് കൊണ്ടു നിർത്തി. അത്യാവശ്യം കടകളും സൊവനീഴ്സും ഒക്കെ വിൽക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ക ടൂറിസത്തിനെ ബേസ് ചെയ്ത് നടക്കുന്ന കുറച്ച് കച്ചവടങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. എനിക്ക് കുറച്ച് ബോറടിച്ചപ്പോൾ ഞാനിവിടെ വന്നിരുന്നു. യെസ്, ബെനിറ്റോ ഗാർസിയാസ്, അതായത് മെക്സിക്കോൻ്റെ ഫസ്റ്റ് ഇൻഡിജിനസ് പ്രസിഡൻ്റാണ് പുള്ളി വന്നതിന് ശേഷമാണ് ഇവിടെ ഈ മെക്സിക്കോയിലത്തെ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ള കൊസമെൽ എന്ന് പറഞ്ഞ ഈ ഐലൻഡൊക്കെ ഡെവലപ്പായത്. ഈ ബാക്കിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടുത്തെ ആദ്യത്തെ എന്താ പറയുക സിറ്റി ഹാളും കാര്യങ്ങളൊക്കെയാണ്. വലിയ സ്കൂളുകളും സംഭവങ്ങളും വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് ഈ കൊസമെൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെറും ടൂറിസ്റ്റ് അട്രാക്ഷൻസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ കൊണ്ടുവരുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു അഗ്രികൾച്ചർ ഇല്ല, വേറെ കൾട്ടിവേഷൻസ് ഒന്നുമില്ല, ഇൻഡസ്ട്രീസ് ഇല്ല, ഒന്നുമില്ല. അത് വരുന്ന വഴിക്ക് ഒരു പ്രത്യേക ബോട്ട് കാണിച്ചു തന്നായിരുന്നു. അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും, അതായത് മെക്സിക്കോയുടെ മെയിൻ ലാൻഡിൽ നിന്നും ഇവിടേക്ക് ഫുഡും ഡീസലും മെഡിസിൻസും കൊണ്ടുവരുന്നൊരു ബോട്ട്. അപ്പോൾ അതിൽ നിന്നാണ് അവർ ഈ കൊസമെലിൽ നിന്ന് പറഞ്ഞ ഐലൻഡിലേക്കുള്ള എല്ലാ സപ്ലൈസും കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നിന്നും തിരിഞ്ഞപ്പോൾ ഒരു സെയിൻറ്റ് മിഗാലിൻ്റെ പള്ളി കണ്ടു. അവിടെ ഒരു കാരിസ് നിൽപ്പുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, പ്രാർത്ഥിച്ചു, ഇറങ്ങി. അതുപോലെ ഇവിടെ തിരക്കേടില്ലാത്ത എന്താ പറയുക ഒട്ടും മോശം പറയാൻ പറ്റാത്ത രീതിയിലുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു എയർബേസ് ആണ്. അതിന് ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് നിർത്തി. മീൻ വറുത്തതും ഫുൾ മീൻ വറുത്തതും പിന്നെ ടെക്കീയുടെ ടേസ്റ്റിംഗ് ഉണ്ടെന്ന് അറിയാം. Regalo de Dios means gift from God. Okay? We have this one. Then we have the reposado. The reposado has 11 months. We have this one. The 7 years. This is the añejo. And then we have the extra añejo. It has 12 years. Now what they say is the darker, the better. And then we have the black. This is the jewel in our crown. There is something very special because we only make $1,000 a year. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു. മുഴുവനായിട്ടുള്ള മീൻ വറുത്തതും പിന്നെ കുറേ ആവശ്യമില്ലാത്ത വെജിറ്റബിൾസും ഇട്ടിട്ട് ഉള്ള ഒരു ലഞ്ച് കഴിച്ചു. കൂടെ ഒരു ചെറിയ ഹെനിക്കനും. അപ്പോൾ നമ്മുടെ ടൂർ ഗൈഡ് ജിയോമാറ പറഞ്ഞത് सफरों की जिंदगी जो कभी नहीं खत्म हो जाती है. Tequilita tengo enfrente para tomármelo esta noche. അത് കറക്കൊക്കെ കഴിഞ്ഞ് കഴിച്ച് നമ്മൾ തിരിച്ച് കയറാണ്. അവിടെ നമ്മുടെ ഷിപ്പ് അവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് ഉള്ളിൽ കയറും. ആക്ച്വലി അതാണ് നമ്മുടെ റോയൽ കരീബിൻ്റെ മറൈനർ ഓഫ് ദി സീ എന്ന് പറഞ്ഞ ക്രൂസ്. ഈ ട്രിപ്പിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. കൊസമെലിൽ വന്നു, പരിപാടികൾ തീർന്നു, ട്രിപ്പ് കഴിഞ്ഞു. ഒരു 4 hours ട്രിപ്പ് പുറത്ത് പോയി കറങ്ങി. ഇനി നാളൊരു ദിവസം ഫുൾ സെയിലുണ്ട് ടുവേർഡ്സ് ഗാൽവെസ്റ്റൻ. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് കാനഡ.